ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കണേ എന്നാഗ്രഹിക്കുന്നവരാണ് നാം. അതിനായി പടച്ചവന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്നവരുമാണ് നാം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതത്രയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാവാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ ചര്യ അനുസരിച്ച് സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അത് തന്നാൽ കഴിയും വിധം തനിക്ക് ഏതൊക്കെ അതിൽ നിർവഹിക്കാൻ കഴിയുമോ അതത്രയും നിർവഹിച്ചുകൊണ്ടായിരിക്കണം ഈ ദുനിയാവിലെ നമ്മുടെ ഹ്രസ്വമായ ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. അവിടെ അള്ളാഹു നമുക്കൊരുക്കി വച്ച സ്വർഗീയ സൗകര്യങ്ങളെ കുറിച്ച് പ്രവാചകൻ തന്നെ വിശദീകരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെയും ഭാവനയിൽ പോലും വരാത്ത വിധത്തിലുള്ള സൗകര്യങ്ങളാണ്, സുഖങ്ങളാണ് എന്നാണ്. നമ്മളൊക്കെ എത്ര ചിന്തിച്ചാലും ഒരുപാട് ഒട്ട്യോപ്പൻ ചിന്തകൾ അതിലൂടെ അങ്ങനെ വിഹരിക്കുന്നവരാണ് നമ്മൾ. ആ ചിന്തകൾക്കുമൊക്കെ അപ്പുറമാണ് സ്വർഗം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ യഥാവിധി തിരിച്ചറിയണം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് ഇവിടെ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശയുമായി ആരെങ്കിലും രക്ഷപ്പെടുത്താനും ഉണ്ടാവും എന്ന വിശ്വാസം മൗഢ്യമാണ് എന്ന പാഠം. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ശഫാഅത്തുൻ വലാ ഹും യുൻസറൂൻ. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത, ഇവിടെ നമുക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന, സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കരങ്ങൾക്കൊന്നും അവിടെ ഒന്നും ചെയ്യാൻ കഴിയാനില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ചുള്ള പാഠം ഓർമ്മ. ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കാത്ത, അതിനു മുമ്പേ തന്റെ ജീവിതഘട്ടത്തിൽ നിർവഹിക്കേണ്ടുന്ന പ്രായശ്ചിത്തം അവസാനം അശറ കണ്ട് അള്ളാഹുവുമായുള്ള കൂടിച്ചേരലിനെ, അള്ളാഹുവിന്റെ വിചാരണയെ, സ്വർഗ നരകങ്ങളെ നേരിട്ട് അനുഭവിക്കുമ്പോൾ പ്രായശ്ചിത്തത്തിലൂടെ രക്ഷപ്പെടാമെന്ന് ആരും കരുതുന്നുണ്ടെങ്കിൽ അതും മൗഢ്യമാണ്. അങ്ങനെയും സംഭവിക്കില്ല. ഒരാളും ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്ത, ഒരാൾക്കും ഒരാളുടെ ശുപാർശയും പ്രയോജനപ്പെടാത്ത, ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസം, ആ ദിവസത്തിലേക്ക് യാത്ര തിരിച്ചവരാണ് നമ്മളൊക്കെ തന്നെയും. അന്നവിടെ നമ്മളെത്തും, നമ്മളവിടെ ഹാജരാവും. നമ്മൾ ശുപാർശക്കായി ആരെങ്കിലും കിട്ടുമോ എന്ന് ശ്രമിച്ചേക്കാം. നമ്മൾ നമ്മുടെ റെക്കമെൻഡിന് വേണ്ടി ആരെങ്കിലും ലഭിക്കുമോ സഹായത്തിനായി എന്ന് കൊതിച്ചേക്കാം. ഒന്നും ലഭിക്കാൻ കഴിയാതെ ഇവിടുത്തെ അമലുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആ ലോകത്ത് നമ്മൾ നിസ്സഹായരായി പോവാതിരിക്കാൻ, പരാജയപ്പെട്ടു പോവാതിരിക്കാൻ പ്രവാചകൻ എന്താണോ സ്വർഗത്തിലെത്താൻ വേണ്ടി പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അതത്രയും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വേണം ജീവിക്കാൻ എന്ന പാഠം മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആനും ഹദീസ് പ്രവാചകന്റെ ചര്യയുമാണ് നമുക്ക് പ്രമാണങ്ങൾ. ആളുകളുടെ, അതിനുശേഷം വന്ന പണ്ഡിതന്മാരുടെ, ഉലമാക്കളുടെ അഭിപ്രായങ്ങൾക്ക്
ദീനിൽ ഒരു പ്രസക്തിയുമില്ല എന്നും കൂടി നാം അറിയണം. ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ആധികാരമായി അവർക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് മതത്തിന്റെ കാര്യങ്ങളായി തീരുക എന്നും അവർ തന്നിഷ്ടമനുസരിച്ച് പറയുന്നത് മതത്തിനെതിരായി പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്നും നാം തിരിച്ചറിയണം. എന്നാൽ അള്ളാഹു ഒരുക്കിയ മഹ്ശറയിൽ ഓരോ മനുഷ്യരും എന്തെന്ത് രീതിയിൽ സ്വർഗപ്രവേശം സാധ്യമാകുന്നുവോ ആ ഇളവുകളൊക്കെയും അള്ളാഹു നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, 70,000-ൽ പരം ആളുകൾ അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. അവരുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്, അവർ ശിർക്ക് ചെയ്യാത്തവരാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്, അവർ കബറുകൾ കെട്ടിപ്പൊക്കുകയോ കബറാളിയോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാത്തവരാണ്, അവർ ശകുനം നോക്കാത്തവരാണ്, അവർ ഉറുക്ക് മന്ത്രാദികളിൽ വട്ടം കറങ്ങാത്ത ആളുകളാണ്. അങ്ങനെ ഇക്കാണുന്ന ദുനിയാവിലെ അന്ധവിശ്വാസങ്ങളോടൊന്നും രാജിയാവാതെ ജീവിക്കുന്ന ലോക ജനസംഖ്യയിൽ വളരെ തുച്ഛമായ ഒരു വിഭാഗം മാത്രം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിരിക്കുകയാണ്. എന്നാൽ പ്രവാചകന് വിചാരണയ്ക്കുള്ള അവസരം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവിടെ നമ്മളൊക്കെയും ഹാജരാക്കപ്പെടുമ്പോ അവിടെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. വളരെ പ്രയാസകരമായ സമയമാണത്. തലക്കുമേൽ സൂര്യന്റെ കത്തിജ്വലിക്കുന്ന ചൂടനുഭവിച്ച് കഴുത്തോളം വിയർത്തുരിച്ചിരിക്കുന്ന അവസ്ഥ. അങ്ങനെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ വെന്ത് നീറുന്ന മനുഷ്യർ പരസ്പരം ഇനി എന്താണ് എന്ന് ചോദിക്കുന്ന ഘട്ടമാണ് അവിടെ. നഫ്സി നഫ്സി, എന്റെ ഹാലെന്താണ് എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥ. പ്രവാചകന്മാരടക്കം ഓടി തന്റെ ഹാലെന്താണ് നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ അവർ വെച്ച് ആളുകൾ പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുകയാണ്, ആദ്യക്കാരെയും അവസാനക്കാരായും എന്ന് വെച്ചാൽ ലോകം തുടങ്ങിയത് മുതൽ മനുഷ്യാംശത്തെ മുഴുക്കയും അക്കാലഘട്ടത്തിലെയും ഇന്നത്തെയും അല്ലെങ്കിൽ എന്നത്തെയുമുള്ള മനുഷ്യരെല്ലാം അള്ളാഹു ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടും. ഒരു വിളിയാളം അവർ കേൾക്കുകയും കണ്ണുകൾ അവിടേക്ക് തിരിയുകയും ചെയ്യും. സൂര്യൻ വളരെ അടുത്ത് വരും. സഹിക്കാനാവാത്തതും പ്രയാസപ്പെടുന്നതും ഞെരുക്കമുള്ളതുമായ അവസ്ഥയിൽ അവരെത്തും. അപ്പോൾ അവർ പറയും, അപ്പോൾ ജനങ്ങൾ പറയും, എന്താണ് അലാ തൻദുറൂന മൻ യശ്ഫഉ ലക്കും ഇലാ റബ്ബിക്കും, എന്താണ് നമ്മൾ എത്തിപ്പെട്ട അവസ്ഥ? പരസ്പരം പറയുകയാണ്, വല്ലാത്തൊരവസ്ഥയിലാണല്ലോ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കായി ആരും ശ്രമിക്കുന്നില്ലേ? ആളുകൾ പരസ്പരം പറയുകയാണ്. അങ്ങനെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് ആദി പിതാവായ ആദമിനെ സമീപിക്കാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അന്ത അബുൽ ബഷർ എന്നിട്ട് ആദം നബിയുടെ അടുക്കലേക്ക് ജനങ്ങളൊക്കെ പാഞ്ഞു പോകും. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുകയാണ്, അന്ത അബുൽ ബഷർ, നീയാണ് ആദമേ, താങ്കളാകുന്നു മനുഷ്യരുടെ പിതാവ്. അള്ളാഹു താങ്കളെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ്. അള്ളാഹു അവന്റെ ആത്മാവിൽ നിന്ന് താങ്കൾക്ക് റൂഹ് നൽകുകയും താങ്കളെ സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം സവിശേഷതയുള്ള വ്യക്തിത്വമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ആദം നബിയോട് പറയുകയാണ്, ആയതിനാൽ നീ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൂ. ഞങ്ങളുടെ അവസ്ഥ നീ കാണുന്നില്ലേ? ഞങ്ങൾ എത്തിപ്പെട്ട അവസ്ഥ നീ കാണുന്നില്ലേ? പ്രയാസകരമായ ആ അവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ, ഈ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ വേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയും. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഫയഖൂലു ആദം ഇന്ന റബ്ബി ഖദ് ഗളബൽ യൗമ ഗളബാ, എന്റെ റബ്ബ് എന്നോട് കോപിച്ചിരിക്കുകയാണ് കേട്ടോ. ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ലബ് ബഅദഹു മിസ്ലഹു. ഈ മുമ്പ് ഇതേപോലെ ഒരു കോപം അല്ലാഹുവിൽ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. ശേഷവും ഇതുപോലെ ഒരു കോപം അല്ലാഹുവിൽ ഉണ്ടാവുകയില്ല. അത്രമാത്രമായി അല്ലാഹു
എന്നോട് കോപിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിക്കുന്നു, വഇന്നഹു ഖദ് നഹാനി അനിശ്ശജറതി ഫഅസീതഹു നഫ്സി 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 ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ നൂഹി. ആ മരം സ്വർഗത്തിൽ വെച്ച് ഒരു മരത്തെ സമീപിക്കരുതെന്നും പഴം പറിക്കരുതെന്നും എന്നോട് കൽപ്പിച്ചിരുന്നു അല്ലാഹു. പക്ഷേ ഞാൻ ആ തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിന്റെ ബേജാറിലാണ് ഞാൻ. എന്റെ ആത്മാവേ, എന്നെ എന്താണ് അള്ളാഹു പിടികൂടിക്കൊണ്ട് ശിക്ഷിക്കുക, അല്ലെങ്കിൽ അള്ളാഹു എന്നോട് പിടികൂടിക്കൊണ്ട് എന്താണ് ചോദിക്കുക എന്നെനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ബേജാറിലാണ്. നിങ്ങൾ ഇവിടുന്ന് മറ്റാരെങ്കിലും സമീപിക്കൂ, നൂഹിനെ സമീപിക്കൂ എന്ന് പറയുന്നു. ഇവരൊക്കെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് പോകുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, നിങ്ങൾ നന്ദിയുള്ള അടിമയാണെന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് നീ റബ്ബിനോട്, നൂഹേ, താങ്കൾ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൂ, ഞങ്ങളുടെ ദയനീയാവസ്ഥ താങ്കൾ കാണുന്നില്ലേ? അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഇന്ന റബ്ബി അസ്സ വജല്ല ഖദ് ഗളബ അൽ-യൗമ ഗളബൻ ലം യഗ്ളബ് വലഹു മിസ്ലഹു വലം യഗ്ളബ് ബഅദഹു മിസ്ലഹു. നേരത്തെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ എന്നിൽ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ്. മുമ്പോ ശേഷമോ അത്തരത്തിലൊരു കോപം അള്ളാഹുവിനില്ല. എന്താണ് തെറ്റെന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, എന്റെ ജനതയ്ക്കെതിരിൽ ഞാൻ പ്രാർത്ഥിച്ചു പോയിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലമാണ് ദാവത്തുമായി ഇറങ്ങിത്തിരിച്ചത്. അതിസാഹസികമായ ദൗത്യമായിരുന്നു. വളരെ തുച്ഛമായ ആളുകളാണ് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്. മകൻ എതിർത്തു, ഭാര്യ എതിർത്തു. അങ്ങനെ എല്ലാം കൊണ്ടും പരീക്ഷണനായി പ്രയാസമനുഭവിച്ച് ദാവത്ത് നടത്തുന്നതിൽ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരാത്ത, ഈ ദാവത്ത് സ്വീകരിക്കാത്ത ആൾക്കെതിരെ പ്രാർത്ഥിച്ചു പോയി. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലെ 26-27 ആയത്തിൽ അതിങ്ങനെ കാണാം, വഖാല നൂഹും റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. എന്റെ രക്ഷിതാവേ, ഭൂമുഖത്ത് സത്യനിഷേധികൾപ്പെട്ട ഒരു പൗരനെയും നീ വിട്ടേക്കരുതേ, നശിപ്പിക്കണേ. അത്രമാത്രം പ്രയാസം അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു പോയി, സത്യനിഷേധികളായ ഒരുത്തനെയും വിട്ടേക്കരുതേ. ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. തീർച്ചയായും നീ അവരെ വിട്ടേക്കുകയാണെങ്കിൽ നിന്റെ ദാസന്മാരെ അവർ പിഴപ്പിച്ചു കളയും. ദുർവൃത്തരായ ആളുകളെ അല്ലാതെ അവർ ജന്മം നൽകുകയില്ല. ഈ നിലവിൽ ജീവിക്കുന്നവരെയും പുതുതലമുറയും ഒക്കെ അവർ നശിപ്പിച്ചു കളയും. നിന്റെ പാതയിലേക്ക് അവർ വരാതെയായി പോകും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് അവരെയൊക്കെ നശിപ്പിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നു. അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യരെ ആ വിധത്തിൽ പ്രാർത്ഥിക്കരുതായിരുന്നു. അവർക്ക് ദാവത്തെത്തിക്കുക എന്ന ദൗത്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം പ്രാർത്ഥിച്ചു പോയി. ആ ഒരു ബേജാറിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് പോകൂ. അവരെങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് പോയി. അവിടെ വെച്ചും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുന്നു. മുമ്പോ ശേഷമോ അതേപോലത്തെ കോപം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 3 കളവുകൾ പറഞ്ഞു പോയിട്ടുണ്ട് ജീവിതത്തിൽ. 3 കളവുകൾ ജീവിതത്തിൽ. 80-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു കുഞ്ഞിനെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ലഭിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ദൗത്യങ്ങൾ, കാബ നിർമ്മാണം അടക്കമുള്ള ഒരുപാട് ദൗത്യ നിർവഹണം. അപ്പോ 80 വയസ്സിന് മേൽ ജീവിച്ച ഒരു മഹാൻ, ആ മഹാൻ തന്റെ ജീവിതത്തിൽ, തന്റെ ആയുസ്സിൽ 3 കളവ് പറഞ്ഞു പോയി. 3 കളവ്. എത്രമാത്രം കളവുകൾ നിത്യേന എന്നോണം പറഞ്ഞു പോകുന്നവരാണ് നാം. അള്ളാഹു നമ്മോട് കോപിച്ചിട്ടുണ്ടെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, 3 കളവുകൾ ഞാൻ പറഞ്ഞു പോയി. അതുകൊണ്ട് അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ്. ആ ബേജാറിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം.
ആ ബേജാറിലാണെന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുകയാണ്. ആ കളവ് ഏതാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നില്ല, അത് മറ്റൊരു ഹദീസിൽ പറഞ്ഞതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് പോകൂ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് ഇവർ പോവുകയും അതേപോലെയുള്ള മറുപടി അദ്ദേഹം പറയുകയും ചെയ്തു. എൻ്റെ ജീവിതകാലത്ത് ഞാൻ ഒരാളെ മർദ്ദിക്കുകയും ആ മർദ്ദനത്തിന്റെ പേരിൽ അയാൾ കൊല്ലപ്പെടുകയും ഇടയായിട്ടുണ്ട്. ഒരാളെ അടിച്ചു കൊന്നുപോയി എന്നർത്ഥം. അങ്ങനെ ഒരു കൊലപാതകത്തിൽ പ്രതിയായ ആളാണ് ഞാൻ. അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ്. നഫ്സി നഫ്സി, എൻ്റെ ആത്മാവിന്റെ കാര്യം എന്താണെന്ന് എനിക്കൊരു പിടുത്തവുമില്ല, അറിവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് പോകൂ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇതേ മറുപടിയാണ് പറയുന്നത്. അള്ളാഹു എന്നോടും കോപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകൂ. فيأتون محمدا فيقولون يا محمد أنت رسول الله وخاتم الأنبياء وقد غفر الله لك ما تقدم من ذنبك وما تأخر اشفع لنا إلى ربك اشفع لنا إلى ربك لا ترى إلى ما نحن فيه. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, മുഹമ്മദേ, അങ്ങ് താങ്കൾ പ്രവാചകനാണ്, അവസാനത്തെ ദൂതനാണ്. താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയതും താങ്കളുടെ മുമ്പ് താങ്കളുടെ ജീവിതത്തിൽ വന്നുപോയതും മുമ്പ് വന്നുപോയതും അല്ല ശേഷം വരുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ശുദ്ധ മനുഷ്യനാണ് താങ്കൾ. പ്രവാചകന്റെ വിശേഷണം. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫന്തലിഖു ഫാതി തഹ്തിൽ അർശ്. അപ്പോൾ ഞാൻ അർശിന്റെ ചുവട്ടിലേക്ക് താഴും പോകും. ഫഖൗ സാജിദൻ ലിറബ്ബി അസ്സ വജൽ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. ثم يته الله علي من محامده وحسن الثناء عليه شيئا. അല്ലാഹു എനിക്കൽപ്പം തുറന്നു തരും. അത് അർശുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ തുറന്നു തന്നിട്ട് അല്ലാഹു പ്രവാചകനോട് പറയുകയാണ്, മുഹമ്മദേ, നീ തല ഉയർത്തൂ, നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കൂ, നീ ശുപാർശ ചെയ്യൂ, നിന്റെ ശുപാർശ സ്വീകരിക്കുന്നതാണ് എന്ന് അള്ളാഹു പറയും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തും. എന്നിട്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ച യാ മുഹമ്മദ് ഉദ്ഖുൽ മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹിം മിനൽ ബാബുൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. നിന്റെ ഉമ്മത്തിനെ നീ വിചാരണയില്ലാതെ സ്വർഗത്തിന്റെ വലത് കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുക. ഇത് ഹദീസിൽ വന്ന കാര്യമാണ്. എല്ലാ ആളുകളും വിചാരണയ്ക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്കും പോകുമ്പോൾ അവരൊക്കെ ചെറിയ ചെറിയ വീഴ്ചകൾ അവരിൽ വന്നു പോയതിന്റെ പേരിൽ ബേജാറിലാണ്, വെപ്രാളത്തിലാണ്, പ്രയാസത്തിലാണ്. അവസാനം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് സുജൂദ് ചെയ്തുകൊണ്ട് ആവശ്യപ്പെടുകയും അള്ളാഹു ആ ആവശ്യം സ്വീകരിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്, നിന്റെ ഉമ്മത്തിനെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ വലതു കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുക. ആരാണ് ആ ഉമ്മത്ത്? ആ ഉമ്മത്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗപ്രവേശം സാധ്യമാകുന്നവരാണ്. വിചാരണ കൂടാതെ അവർക്ക് ശിർക്ക് സംഭവിക്കുന്നില്ല, അവർ ജാതകം നോക്കുന്നവരല്ല, അവർ ശകുനം നോക്കുന്നവരല്ല, അവർ ഉറുക്ക് കെട്ടുന്നവരല്ല, അവർ ഖബർ കെട്ടിപ്പൊക്കുന്നവരല്ല, അവർ അല്ലാഹു അല്ലാത്ത മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരല്ല. അത്തരത്തിലുള്ള ശിർക്ക് ബിദ്അത്തുകളാദി ഒരൊറ്റ കർമ്മത്തിലും അതിൻ്റെതായ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത വിധത്തിൽ വിശുദ്ധരായി ജീവിച്ചു മരിച്ചുപോയ ആളുകളാണ്. അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും വിചാരണക്ക് വിധേയരാക്കേണ്ട ആളുകളെ വിചാരണക്കെടുക്കുകയും ചെയ്യും. ഈ ഹദീസിൽ പറയുന്നത് അവരെ വിചാരണക്കെടുക്കും എന്നാണ്. അതായത് ആ സന്ദർഭത്തിൽ തലക്കുമേലെ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും വേണ്ടിയില്ല, സ്വർഗമെങ്കിൽ സ്വർഗം,
നരകമെങ്കിൽ നരകം എന്തുപോലും ആളുകൾ പറഞ്ഞു പോകും. ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി, അത്രമാത്രം പ്രയാസകരമായ അവസ്ഥയാണ്. അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചുരുക്കം ചില ആളുകളെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും അല്ലാത്ത ആളുകളെ വിചാരണക്ക് വിധേയരാക്കുകയും ചെയ്യും. വിചാരണയുടെ ശഫാഅത്താണിത്. അള്ളാഹു വിചാരണക്ക് വേണ്ടി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് മഹ്ശറിൽ ഒരുക്കപ്പെടുന്ന സന്ദർഭമാണത്. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ പറയുന്നു, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ വഹും മിൻ ഖശ്യതിഹി മുശ്ഫിഖൂൻ. അവരുടെ മുമ്പിലും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല. അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല. ഈ ആരാണ് അവർ? ഈ അവർ മലക്കുകളാണ്. മലക്കുകൾക്ക് അവരുടെ ശുപാർശയുടെ അവസരമുണ്ട്. എന്നാൽ മലക്കുകൾ ആർക്ക് വേണ്ടിയാ ശുപാർശ ചെയ്യുക? അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി. അള്ളാഹു തൃപ്തിപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ഇഷ്ടമനുസരിച്ച്, തൃപ്തി അനുസരിച്ച് ദുനിയാവിൽ ജീവിച്ചവർ, പടച്ചവന്റെ തീരുമാനത്തെ ലംഘിച്ച്, പരിഹസിച്ച്, കളിച്ച്, സമയം ചെലവഴിച്ച്, അവനെ മറന്നുകൊണ്ട് ജീവിച്ച ആളുകളെ എല്ലാം പടച്ചവൻ തൃപ്തിപ്പെടുക. ആരെയാണ് പടച്ചവൻ തൃപ്തിപ്പെടുന്നത് എന്ന് ഖുർആൻ സൂചനകൾ വേറെയും ഒരുപാടുണ്ട്. അപ്പോൾ പടച്ചവൻ തൃപ്തിപ്പെടുന്നവർക്ക് വേണ്ടി അവിടെ ശുപാർശ നൽകപ്പെടും എന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ്. ശഫാഅത്ത് ലഭിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ചില സന്ദർഭങ്ങളിലായി സൂചിപ്പിച്ച ഹദീസുകൾ കൂടി പറയാം. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ ഫതഅജ്ജലു കുല്ലു നബിയ്യിൻ ദഅവത്തുഹു. ഓരോ നബിക്കും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓരോ നബിമാർക്കും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെയും ആ നബിമാരൊക്കെയും ആ പ്രാർത്ഥനകൾ ദുനിയാവിൽ തന്നെ നിർവഹിച്ചു കഴിഞ്ഞു. ദുനിയാവിന്റെ അവരുടെ പ്രബോധന ഘട്ടത്തിൽ തന്നെ ആ പ്രാർത്ഥനകളൊക്കെയും നിർവഹിച്ചു കഴിഞ്ഞു. ഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി ഫഹിയ നാഇലത്തുൻ മൻ മാത മിൻഹും ലാ യുശ്രികു ബില്ലാഹി ശൈആ. എൻ്റെ സമുദായത്തിന് വേണ്ടി എനിക്ക് നൽകിയ ആ പ്രാർത്ഥന ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ശുപാർശയാകുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എൻ്റെ സമുദായത്തിലെ ശിർക്ക് ചെയ്യാത്തവർക്ക്, എൻ്റെ ഉമ്മത്തിലെ ശിർക്ക് ചെയ്യാത്തവർക്ക് എൻ്റെ ആ ശുപാർശ ലഭിക്കും. ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് പ്രവാചകന്റെ ശുപാർശ ലഭിക്കും. മറ്റൊരു ഘട്ടത്തിൽ പറയുന്നു, അബൂദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നൽ ലആനീന ലാ യകൂനൂന ശുഹദാഅ വലാ ശുഫാഅ യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ശപിക്കുന്നവർ അന്ത്യനാളികൾ സാക്ഷിക്കോ ശുപാർശക്കോ പറ്റുന്നവരല്ല, ശാപവാക്ക് ചൊരിയുന്നവർ. നമ്മിൽ പലരും വീട്ടിലുള്ളവരെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച്, മക്കളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച്, ബന്ധുക്കളെ കുറിച്ച്, അയൽക്കാരെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ വിയോജിപ്പുള്ളവരെ, ശത്രുക്കളാണെന്ന് നാം തീരുമാനിച്ചവരെ, എതിരാളികളെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ റീൽസുകളൊക്കെ അതിങ്ങനെ കാണാൻ നിറഞ്ഞു കിടക്കുകയാണ്. ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കുകയാണ്, ശപിക്കുന്നവർ, അതാരെ ശപിക്കുന്നവനാവട്ടെ, ശപിക്കുന്നവൻ അന്ത്യനാളിൽ സാക്ഷിക്കോ ശുപാർശക്കോ പറ്റുന്നവരല്ല. അത്തരത്തിൽ ജീവിച്ചു പോയ ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രവാചകന്റെയോ മലക്കുകളുടെയോ അള്ളാഹുവിന്റെ തന്നെയോ ശുപാർശയിലൂടെ സ്വർഗം ലഭിക്കാൻ സാധ്യതയില്ല. മറ്റൊരു ഹദീസ് കൂടി ഇങ്ങനെ കാണാം, അസ്സിയാമു വൽ ഖുർആനു യശ്ഫാലിൽ അബ്ദ് യഖൂലു അസ്സിയാമു ഐ റബ്ബി
ഇന്നി മനഅതുഹു ത്വാമ വശഹവാതി ബിന്നഹാർ ഫശഫ്ഇനി ഫീഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് ഒരു ദാസനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ നോമ്പിനും ഖുർആനിനും കഴിയും. നോമ്പിനും ഖുർആനിനും നമുക്ക് വേണ്ടി അവിടെ ശുപാർശ ചെയ്യാൻ, സാക്ഷ്യം വഹിക്കുവാൻ കഴിയും. നോമ്പ് പറയും, അല്ലാഹുവേ, ഞാൻ ഈ ദാസനെ പകൽ സമയത്ത് ഭക്ഷണത്തിൽ നിന്നും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും തടഞ്ഞു, അതിനാൽ അവനു വേണ്ടി ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയുകയാണ്, മനഅതുഹു നൗമ ബില്ലൈലി ഫശഫ്ഇനി ഫീഹി. അവൻ, അല്ലാഹുവേ, ഞാൻ ഈ ദാസനെ രാത്രി സമയത്ത് ഉറക്കിൽ നിന്നും തടഞ്ഞു. എന്ന് വെച്ചാൽ രാത്രി ഖുർആൻ പാരായണം ചെയ്യാൻ ഉറക്കിന്റെ സമയം ഉപയോഗപ്പെടുത്തി. കളിത ഭാഷകളും നേരം പോക്കുകളും TV കാണലും ആസ്വദിക്കലും ഒക്കെയായി സമയം കൊല്ലുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഞാൻ രാത്രി എനിക്ക് ഉറങ്ങേണ്ടുന്ന സമയത്ത് അതല്പം മാറ്റിവെച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. ഖുർആനാണ് പറയുന്നത്, എന്നെ ഈ ദാസൻ രാത്രി സമയത്ത് ഉറക്കിൽ നിന്നും ഞാൻ തടഞ്ഞു, അതായത് ഖുർആൻ പാരായണം ചെയ്തു ഈ ദാസൻ, അതിനാൽ അവന് വേണ്ടി ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഫയഷ്ഫാൻ, ആ സാക്ഷ്യവും സ്വീകരിക്കുന്നതാണ്. തുടക്കത്തിൽ പാരായണം ചെയ്ത് അർത്ഥം പറഞ്ഞ ആയത്ത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബലു മിൻഹാ അദ്ലും വലാ തൻഫഉഹാ ശഫാഅത്തും വലാ ഹും യുൻസറൂൻ. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കാത്ത, ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത, ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ, ആ ന്യായവിധി ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്ന് വെച്ചാൽ ഇവിടെ സൂചിപ്പിച്ച ശുപാർശകൾ അത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രം ലഭിക്കുന്നതാണ് അത്തരത്തിലുള്ള ശുപാർശകൾ. ആ ശുപാർശകൾ നിർവഹിക്കാൻ ഈ ദുനിയാവിൽ ഇന്നാലിന്ന ആളുകളുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല, അധികാരമില്ല. പല ആളുകളെയും മഹത്തുക്കളായിക്കൊണ്ട് ഇവർ അവിടെ ശുപാർശ ചെയ്യും. ഇവർ അവിടെ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇവരുണ്ട് നമുക്ക് എന്ന ചിന്തയോടെ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. ദീനിനെ കുറിച്ച് തെറ്റിദ്ധാരണയോടെ വിശ്വസിച്ചു പോകുന്നവർ, ആ വിശ്വാസം തെറ്റാണ്. ആ വിശ്വാസം ഇസ്ലാമിലില്ല. ദുനിയാവിൽ ഒരു മനുഷ്യനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനത്ര ഉന്നതിയിലുള്ള ആളാവട്ടെ, ഇവൻ സ്വർഗത്തിലാകും എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല. എന്നിട്ടില്ലേ അവിടെ പോയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നാലിന്ന ആൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള കഴിവുണ്ടാവുക? അയാൾ സ്വർഗത്തിലാണോ എന്ന് പോലും ഉറപ്പിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെയുള്ള ആളെങ്ങനെയാ അവിടെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുക? അതുകൊണ്ട് ഇവിടെ പ്രചരിക്കുന്ന കഥകളൊക്കെയും കെട്ടുകഥകൾ. അതിൻ്റെ പിന്നാലെ മതത്തിൻ്റെ ആളുകൾ സ്വർഗം നേടുമെന്ന് വിചാരിച്ച് പോകല്ലേ. ശ്രദ്ധിക്കണം, അവരെ തടയണം, അവരെ ഉപദേശിക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. ഈ ശുപാർശ എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ്. ഒരു മനുഷ്യൻ അവന്റെ സ്വർഗപ്രാപ്തിക്കായി കഠിനാധ്വാനം ചെയ്യട്ടെ, എന്നാ സ്വർഗം ഉറപ്പാണ്. വിചാരണയ്ക്ക് വിധേയനായാലും സ്വർഗം ഉറപ്പാണ്. അങ്ങനെ സ്വർഗം നേടാനുള്ള പരിശ്രമമാണ് ഓരോരുത്തരും ഉണ്ടാക്കേണ്ടത്. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശുപാർശയിൽ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് സഹാബികൾ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. പ്രവാചകൻ അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ ആളുകളോട് അവർ ഞങ്ങളെ ശുപാർശയിലൂടെ രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്ന അവസ്ഥ അത് ഇസ്ലാം വിരുദ്ധമാണ്, ശുദ്ധമായ തൗഹീദിന് വിരുദ്ധമാണ്. ശിർക്കും ബിദ്അത്തുമില്ലാത്ത ആളുകൾ ശുപാർശയില്ല, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുന്നവരുടെ ഗണത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ പെടാതെ പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശിർക്ക്പരമായ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത വിധത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ട് വിദഗ്ധപരമായ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ച് സംരക്ഷിച്ചുകൊണ്ട്
ജീവിതം ക്രമപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ ഒരു സൽക്കരമായി കാരണവാനായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.